യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ വിരലുകൾ തൊട്ടു. തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പോട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, അഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന അർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ്റെ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവർ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അവളെ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവർ ഇക്കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമയ്ക്ക് സംസാരശേഷിയും നൽകുന്നു. എൻ്റെ ചെല്ല മക്കളെ, ഈ വചനത്തിൽ കേട്ടതുപോലെ എല്ലാം അമ്മയ്ക്ക് ഈ ഗസമന്തോട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അമ്മ ഊമയാണ് ഇപ്പം. എന്നുവെച്ചാൽ അമ്മ ഊമയാണ്. അമ്മയ്ക്ക് എന്നുവെച്ചാൽ ഊമ. ചെവി എന്ന് പറയുമ്പോൾ മക്കളെ, നമ്മൾ ഈ വചനമായ വിത്ത് ഇത് നമ്മളെ ചെവിയിൽ ശ്രവിച്ച് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതാണ് ആ ചെവി തുറന്ന് നമ്മൾ കേൾക്കുക. നമ്മളെ വചനമായ ആ ഒരിത് നമ്മൾ കേൾക്കുക. നമ്മളെ ചെവി തുറന്ന് കേട്ടാലേ നമുക്ക് നമ്മളെ ഹൃദയത്തിലോട്ട് അത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എന്താണ് അത് പറയണേന്നൊക്കെ. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എൻ്റെ പിതാവ് എല്ലാവരും ഇത് കേൾക്കാൻ കരുതിയാണ് അമ്മ ഇത് പറയണത്. നിങ്ങൾ സ്നേഹമായിരിക്കണം. എൻ്റെ പിതാവും ലിയോ 14 മാർപ്പാപ്പയൊക്കെ എന്തായിരിക്കണം? സ്നേഹമുള്ളവരായിരിക്കണം, ഒന്നായിരിക്കണം. അമ്മയ്ക്ക് അതാണ് സന്തോഷം. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണോ? നിങ്ങളെല്ലാം ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. അമ്മയും സന്തോഷമായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒത്തിരി ഇവിടെ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടു. യേശു പീഡകൾ അനുഭവിച്ചതുപോലെ അമ്മയും ഈ വചനത്തിൽ പറഞ്ഞതുപോലെയല്ല അമ്മയും ഈ ഗസമന്തോട്ടത്തിൽ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് അമ്മ ഇപ്പം മുഖം തന്ന് പറയണത്. അമ്മ ഊമയായി. അമ്മ നെടുവാമ്പളയിൽ എല്ലാവർക്കും അറിയാം. കുറച്ച് പേർക്കെങ്കിലും രാവിലത്തെ പൂജയിൽ 6 മണിക്ക് വന്നവർക്കൊക്കെ അറിയാം. അമ്മ ഉറച്ചു പാടിയില്ലേ? പാടണ ഒരമ്മയാണ്. ഉറച്ചു പാടിയപ്പോൾ അമ്മയ്ക്ക് വന്ന വേദനകൾ നിങ്ങൾക്ക് അറിയണ്ടേ? നാടിനറിയണ്ടേ? അറിയണം. എൻ്റെ ചില മക്കളുകളെല്ലാം അത് കേൾക്കണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അമ്മ ഈ മതബോധനത്തിൽ ഒരു വൈദ്യൻ പഠിക്കാൻ പറഞ്ഞ് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അമ്മയെ പഠിക്കാനാണ് അപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ മോനും കൂടി എന്ത് ചെയ്തില്ല, പഠിക്കാൻ വിട്ടില്ല. അപ്പോഴാണ് അമ്മ മതബോധനത്തിന് പോയി ഇരിക്കാൻ തുടങ്ങി. അത് ഇരുന്ന് കേട്ടു നോക്കാം എന്ന്. മതബോധനത്തിൽ ഇപ്പോൾ ആരെങ്കിലും തുറന്ന് പാടുമോ? ആരും പാടൂല മക്കളെ. പിള്ളേരൊന്നും പാടണ കേൾക്കാൻ എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ അത് പാടാത്തത് കൊണ്ടാണ് അമ്മ ഉറച്ച് പാടിയപ്പോൾ എന്തൊരു പള്ളിയിലൊക്കെ ഉറച്ച് പാടിയപ്പോൾ അതൊക്കെ വിമർശനങ്ങൾ വന്നു. എന്നുവെച്ചാൽ എൻ്റെ മോൻ 6ാം ക്ലാസ് വരെ നെടുവാമ്പള പള്ളിയിലാണ് മതപഠനം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്നത് ഇവിടെ +1 വരെ പഠിച്ചുള്ളൂ. +2 വന്നില്ല. നാണക്കേട് അത്രയ്ക്ക് ഇവിടെ ഈ ആൾക്കാർ പീഡനങ്ങൾ കൊടുത്തു. എൻ്റെ പിള്ളേക്ക് മൂത്ത മോന് അവൻ +2 വന്നില്ല, +1 പഠിച്ചു. +1 പഠിക്കുമ്പോൾ ഞാൻ ഒരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നു വൈദ്യന്. എൻ്റെ ശത്രുവാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം എൻ്റെ ശത്രു പഠിപ്പിക്കണതുകൊണ്ട് ഞാൻ അവിടെ ആ മതബോധന ക്ലാസ്സിന് ഇരുത്തൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. അപ്പോൾ അച്ഛന്മാരൊന്നും അതിനൊക്കെ മറുപടി കേട്ടപ്പോൾ ഒന്നും പറയാത്തത് കൊണ്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഇവരെ പറയുന്നത് പോയിക്കൊണ്ടിരുന്നു, ഇരുത്തൂല എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെയും ഞാൻ തന്നെ പറഞ്ഞു, പോട്ട് ശത്രുതയെല്ലാം മറന്ന് അവൻ്റെ ക്ലാസ്സിന് ഞാൻ ഇരുത്താമെന്ന് പറഞ്ഞു. അവൻ്റെ ക്ലാസ്സിന് കൊണ്ട് ഇരുത്തിയപ്പോൾ എന്ത് ചെയ്തു? കൊച്ചിനെ ഞാൻ ഉറച്ചു പാടണോണ്ട് പീഡനം തുടങ്ങി. എൻ്റെ അമ്മ ഉറച്ചു പാടണം. കൊച്ചു വീട്ടിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ പാടണത് എനിക്ക് നാണക്കേട്, എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കൂടെ പറഞ്ഞു. ഞാൻ അത് കാര്യമാക്കിയില്ല. നീ നിൻ്റെ വാവുണ്ടല്ലോ പാടണം. ഞാൻ എൻ്റെ വാവുണ്ടല്ലേ പള്ളിയിൽ ഉറച്ച് പാടണത്. ഇവിടെ ആരും ഉറച്ച് പാടില്ല. ഇന്നത്തെ ലോകം ആരും പാടണില്ല മക്കളെ. ഉറച്ച് പാടാത്തവരിതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഉറച്ച് അത് പാടേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ മോനത് നാണക്കേടായി. ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ മോൻ വന്ന് അമ്മയുടെയും പരാതി പറയാം. അപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും നീ കാര്യമാക്കണ്ട, നീ മതബോധനത്തിൽ വന്നു. അങ്ങനെ പറഞ്ഞു +1 അവൻ വന്നു. അത് കഴിഞ്ഞിട്ട് അത് +1 പഠിപ്പിച്ച ഒരു സാറ് തന്നെ അവനെ പീഡിപ്പിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഈ വൈരാഗ്യവും എല്ലാം വെച്ച് നിൻ്റെ അമ്മ പാടണു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പിള്ളേരും കൂടി ചേർന്നാണ് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് പീഡകൾ എൻ്റെ മോനും അനുഭവിച്ചു. അപ്പോൾ +2 ആയപ്പോൾ അവൻ വന്നില്ല. എത്ര നിർബന്ധിച്ച് വിളിച്ച് അമ്മ പാടണോണ്ട് ഞാൻ ആ പള്ളിയിലോട്ട് വരണില്ല എന്ന് പറഞ്ഞാൽ അവൻ വന്നതേ ഇല്ല ആ പള്ളിയിൽ. അപ്പം ഉറച്ചു പാടുകയാണെങ്കിൽ പീഡനം അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിതാവ് വന്നിരുന്നു. പിതാവ് നമ്മളെ ഈ മതബോധന ക്ലാസ്സിൽ അമ്മ പാടണ എല്ലാ പിതാവും ദൂരെ നിന്നതെല്ലാം നല്ല ഒരു മതബോധനമാണെന്ന് വെച്ചാൽ നമ്മൾ പാടുമ്പോൾ ആരും വേറെ ഉറച്ച് പാടണെടുത്ത് ആരും സംസാരിക്കുക ഒന്നുമില്ല. നല്ല നീറ്റുള്ള മതബോധന ക്ലാസ്സായിട്ട് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
പിതാവും വന്നത് കണ്ട് സന്തോഷിച്ച് പോയതാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ ഇപ്പോൾ ഒന്നും പറയാതെ എത്രയും പെട്ടെന്ന് നമ്മളെ മതബോധന ക്ലാസ്സും ഇതെല്ലാം കണ്ട് ഇതെല്ലാം പിതാവും വന്ന് കണ്ടിട്ട് പോയതാണ്. അതെന്ന് വെച്ചാൽ അത് പിതാവും കണ്ട ഒരു കാഴ്ചയാണ്. നമ്മളെ മതബോധന ക്ലാസ്സൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ കാണാൻ കഴിയും. പിതാവ് പെട്ടെന്ന് പറയാതെ വന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു മതബോധന ക്ലാസ്സായിരുന്നു. അപ്പോൾ ഈ പാടണതിൻ്റെ പ്രശ്നം വെച്ച് എപ്പോഴും പീഡനമായിരുന്നു. അപ്പോൾ പഴയ അച്ഛൻ പോയിട്ട് പുതിയ അച്ഛൻ വന്നു. ഇതിപ്പോൾ പറഞ്ഞ പോലെ ടയർ പ്രദേശത്തുള്ള അച്ഛൻ ദക്കോപോളീസ് പ്രദേശത്തുള്ള ഗലീല കടത്തീരത്തോടെ നടന്നുകൊണ്ടിരുന്ന ഒരു വൈദ്യനെയാണ് കൊണ്ടുവന്നത് പിതാവ്. ഇവിടെ ഒരു പെണ്ണിൻ്റെ കുരിശിനെ എടുത്ത് ഒരു വൈദ്യൻ്റെ തലയിൽ വെച്ച് കൊടുത്തപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, നീ ഒന്ന് പോയി എല്ലാം നോക്കി അന്വേഷിച്ച് പറ, നീ അത് നോക്കി അന്വേഷിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവാണ് ഇവിടെ ഈ ഗസം തൊട്ട് പിതാവിൻ്റെ സെക്രട്ടറിയായ ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ പിതാവിൻ്റെ സെക്രട്ടറി വന്നപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, അമ്മ ഉറച്ച് പാടണമെന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പോയി. എല്ലാവരും കൂടെ പോയപ്പം ദൈവം അതെല്ലാം കേട്ട് നിന്നിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർക്കൊക്കെ പാടണം, നീ പാടണ്ട എന്ന് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ഒരു ദൈവം പറഞ്ഞാൽ കേൾക്കണ്ടേ മക്കളെ, കേൾക്കണം. അമ്മ അത് അപ്പോഴും പാറശാല തൊട്ടെല്ലാം പറഞ്ഞു. ഈ വചനത്തിൽ പറഞ്ഞതുപോലെല്ലാം അമ്മ പറയരുത്, നീ പാടരുതെന്ന് രഹസ്യമായി പറഞ്ഞ കാര്യമല്ല. അമ്മ പരസ്യമായി പാറശാല ഹോസ്പിറ്റൽ തൊട്ട് നെടുവാമ്പള പള്ളിയിലുള്ളവരോടൊക്കെ പരാതി പറഞ്ഞു, എനിക്ക് പാടാൻ വരെ വിലക്കൽ. അപ്പോൾ ഈ വചനത്തിലുള്ളതുപോലെയല്ല അമ്മ പ്രഘോഷിച്ചു. ആ ദൈവം വിളിച്ച് പറഞ്ഞു, നീ പാടണ്ട. അമ്മ അവിടെ ആ പള്ളിയിൽ അന്ന് തലയിൽ കൈവച്ച് കരഞ്ഞു. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പാടണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ കരഞ്ഞു പറഞ്ഞു, എൻ്റെ പാട്ട് നിന്നു. പക്ഷെ പാട്ട് നിന്നെങ്കിലും ദൈവം വചനമായ വിത്ത് അമ്മയുടെ ചെവിയിൽ ഇട്ട് തന്നു, ഹൃദയത്തിൽ തന്നു. ഒന്നും അറിഞ്ഞൂടാത്ത അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞു തരുവാൻ ഇത് വചനത്തിലുള്ളതായിരുന്നു എന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോഴും അറിഞ്ഞൂടാ. അമ്മയെ ഊമയാക്കി. എന്നിട്ട് 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഈ വചനത്തിലുള്ളതായിരുന്നു എന്ന്. ഊമയാക്കി എന്നുള്ള ആ ഒരു പാട്ടും ഇതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ ചെവി നീ ഹൃദയം നീ വായല്ല തുറക്കാവുള്ളത്. നമ്മളെ ചെവി തുറന്ന് വചനം കേട്ട് ഹൃദയത്തിൽ കൊണ്ടുവന്ന് അത് നാട് മൊത്തം പ്രഘോഷിക്കാനുള്ള നീ പാടിക്കൊണ്ടിരുന്നാൽ എനിക്ക് പറ്റുമായിരുന്ന ഇല്ല. ദൈവം എനിക്ക് അതിനുള്ളൊരു കഴിവ് തന്നു. എൻ്റെ ഈ ഗസമന്തോട്ടത്തിക്കുന്ന ദൈവം അത്രയ്ക്ക് ശക്തിയുള്ള ദൈവമാണ് മക്കളെ. വചനം നമ്മളെ ഹൃദയത്തിൽ വന്നാൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. വചനമാണ് സ്നേഹം മക്കളെ, വചനമാണ് സത്യം. അതുകൊണ്ട് എൻ്റെ ചില മക്കളെല്ലാം ഇവിടെ അത്രയ്ക്ക് പീഡനങ്ങൾ അനുഭവിച്ചു ഈ വൈദ്യം കാരണം. എന്നുവെച്ചാൽ അമ്മയെ വരെ ഇപ്പോൾ കൊല്ലാനാണ് ഓട്ടിക്കുന്നത്. അമ്മേരെ മരങ്ങളെല്ലാം പോലീസിന് തൊട്ട് കളക്ടർക്ക് തൊട്ട് മന്ത്രിക്ക് തൊട്ട് ഒന്ന് നോക്കാം. ഈ പള്ളിയുടെ പുറകിൽ അമ്മയ്ക്ക് 27 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ റബ്ബറിനെ എല്ലാം അമ്മേരെ അനുവാദം അല്ലാതെ വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ്. മുറിച്ചിട്ടിട്ട് വന്ന ആളുകൾ ചോദിക്കുകയാണ്, അമ്മേരെ ഭർത്താവിൻ്റെ കൂടെ ചോദിക്കണമെന്ന്, നിൻ്റെ മഹയെ മുറിച്ചപ്പം നിനക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. അത്രയ്ക്ക് ആരും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അമ്മയെ നമ്മളെ നാട് മൊത്തം. അപ്പോൾ ഒരു വൈദികനെ എങ്ങനെ മാത്രം പീഡിപ്പിക്കും മക്കളെ. അതുകൊണ്ട് അമ്മ ഇപ്പം ഇരിക്കണ യേശു ഇരുന്ന് എന്ത് കാര്യം നടത്തുന്ന എല്ലാ കമ്മിറ്റിക്കും അമ്മയ്ക്ക് അത് പോയേ പറ്റുമോ. ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ ഇരുത്തൂലെന്ന്. എങ്ങനെ ലിയോ 14 മാർപ്പാപ്പയും എൻ്റെ പിതാവും പറയേണ്ടതുണ്ട്. അമ്മ പോകണം. അമ്മ പോയി അതിലിരുന്ന് കണ്ടേ പറ്റൂ. പ്രവചിക്കാൻ കഴിവുള്ള അമ്മയാണ്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അമ്മ പറയണമുണ്ട്. അമ്മ സത്യസന്ധമായിട്ട് അമ്മ ലോകത്തിന് വിളിച്ച് പറയണമുണ്ട്. അമ്മയെ ഒരു സ്ഥാനത്ത് വരുത്തണില്ല അവർ. ഇല്ല, അമ്മയ്ക്ക് പോയി കണ്ട് ലോകത്തിനോട് വിളിച്ച് പറയേണ്ടതുണ്ട് ഇവിടെ എന്താണ് നടക്കണേന്നിനി. വൈദ്യന് ആപത്താണ്, എനിക്ക് ആപത്താണ് ഉയരിന്. അത്രയ്ക്ക് ഈ കണ്ട ലോകത്തിൽ ഇത്രയും ധൈര്യമായിട്ട് ആരും ഒരു പള്ളിയിൽ ഇങ്ങനെ ധൈര്യമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ആരെയും വെളിയിൽ പറയണുണ്ടോ? പറയണില്ല. എല്ലാവരും മൂടിയാണ് വെക്കണത്. എന്ന് വെച്ചാൽ എല്ലാവരും പ്രകാശത്തിന് പീഠത്തിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കാതെ എല്ലാവരും അടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ലിയോ 14 മാർപ്പാപ്പയുടെയും പിതാവിൻ്റെ കൂടെയും പറയാണ്, ഞാൻ ഈ കമ്മിറ്റിക്കെല്ലാം എൻ്റെ വൈദ്യനോടൊപ്പമുള്ള കമ്മിറ്റി, അല്ലാതെ കമ്മിറ്റിക്ക് ഞാൻ പോവില്ല. ഈ വൈദ്യൻ ഇരുന്നുള്ള കമ്മിറ്റി ഞാൻ അറിയുകയാണെങ്കിൽ എന്നെ അറിയിച്ച് എന്നെ വിളിക്കണം. ഞാൻ ആ കമ്മിറ്റിക്കൊക്കെ ഓടിയെത്തും. എനിക്ക് പെയ്യേ പറ്റൂ, ആ കമ്മിറ്റിക്കൊക്കെ പെയ്യേ പറ്റൂ. എന്നുവെച്ചാൽ അത്രയ്ക്ക് ആ വൈദ്യൻ അല്ലെങ്കിൽ പീഡിക്കപ്പെടും. അത്രയ്ക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. നേരത്തെ പോയി യേശു പീഡനങ്ങളേറ്റു, കുരിശിൻ്റെ പീഡനങ്ങളേറ്റു, പെണ്ണിൻ്റെ പീഡനങ്ങൾ വച്ചു കൊടുത്തതുപോലെ ഈ വൈദ്യനും അതൊക്കെ അനുഭവിക്കേണ്ടി വരും മക്കളെ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇനി അമ്മ പോയേ പറ്റൂ. അമ്മ അത്ര പീഡിപ്പിച്ചു, എൻ്റെ മോനെ പീഡിപ്പിച്ചു. അമ്മ പാടിയതുകൊണ്ടാണ് അത് പീഡിപ്പിച്ചത്. അമ്മ ഒരു ഡ്രസ്സ് അവരെ പോലെയുള്ള നല്ല ഡ്രസ്സ് ഇട്ടില്ല എങ്കിൽ അമ്മയ്ക്ക് വീഡിയോ കോൾ പിന്നീടാണ് അമ്മ പഠിച്ചത്. അമ്മയ്ക്ക് ഇതിൽ പറഞ്ഞ മെസ്സേജ് ഒന്നും നോക്കാറിഞ്ഞൂടാ. അമ്മ അവരിടുന്ന മെസ്സേജ് എനിക്ക് നോക്കാൻ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചുകൊണ്ട് അവർ ഒന്നുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന മതബോധന ക്ലാസ്സിൽ ഞാൻ അതുപോലെ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ എന്നെ നീക്കി നിർത്തുമായിരുന്നു. എന്നെ അവർ കൂട്ടത്തിൽ ചേർക്കൂല. അത്രയ്ക്ക് ഇവിടെ അമ്മയ്ക്ക് വേദന കിട്ടി. ഇപ്പം അമ്മയെ കൊല്ലാൻ ഓടിക്കുകയാണെന്ന് വെച്ചാൽ അമ്മ ഇത് ലോകത്തിൻ്റെ കൂടെ പറഞ്ഞതുകൊണ്ട്, സത്യം പറഞ്ഞതുകൊണ്ട്. അമ്മയുടെ ജീവനെ അമ്മ പേടിക്കണേ ഇല്ല മക്കളെ.
അത് ദൈവം ഇട്ട ഉയിര്. ദൈവം എടുക്കുമ്പം അമ്മ പോവും. അത് ധൈര്യമായിട്ട് അമ്മ മരിക്കാൻ അമ്മയ്ക്ക് പേടിയില്ല മക്കളെ. പക്ഷേ ഈ വചനം സത്യമാണ്. ഈ വചനത്തിലുള്ളതെല്ലാം സത്യം. ഈ വചനത്തിൽ ഈ ഊമയായതും ഇതെല്ലാം സത്യമാണ് മക്കളെ. നെടുമാമ്പള പള്ളിയിൽ അമ്മ ഉറച്ചു പാടി. അവിടെ വന്നവർക്കറിയാം അത്. നെടുമാമ്പള പള്ളിയിലുള്ളവരോട് ഹോസ്പിറ്റലിൽ വരിയിൽ നിന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നെ ഊമയാക്കിയെന്ന്. പക്ഷേ അവിടെ ഞാൻ ഉറച്ചു പാടി. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ഈ വചനം വഴി വിശ്വസിച്ച് അതുപോലെ നടക്കണുണ്ട് മക്കളെ. ഈ അമ്മയിൽ കൂടിയാണ് ഈ വചനം വഴിയെല്ലാം നടന്നത്. ഈ വചനം വഴിയെല്ലാം അമ്മയെ ഊമയാക്കി. അപ്പോൾ അതെല്ലാം ഈ വചനം വഴിയാണ് നടന്നത് മക്കളെ. അമ്മയ്ക്ക് സന്തോഷമുണ്ട്. ഉമയായെങ്കിലും അമ്മയ്ക്ക് കൂടുതൽ സംസാരം, പാട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കാൻ കഴിയായിരുന്നു. യേശു എന്നെ ഊമയാക്കി. അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഊമയായപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി കഴിവുകളാണ് കിട്ടിയത് മക്കളെ. ഒരുപാട് വചനം ഈ യൂട്യൂബിൽ കയറി ഒരുപാട് ദിവസമായി. അച്ഛൻ വന്നിട്ട് തന്നെ 1.5 വർഷമായി. അതിനു മുമ്പ് ഇതാണ്. അപ്പോൾ എന്നെ ഊമയാക്കിയെങ്കിലും ദൈവം വചനം കൊണ്ട് പ്രഘോഷിക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറന്നു തന്നു മക്കളെ. അത്രയ്ക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് വചനം നമ്മൾ വിശ്വസിച്ചാൽ അത്രയ്ക്ക് നമുക്ക് അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നമുക്കിതിൽ കൂടെ കാണാൻ പറ്റും. എല്ലാ മക്കളും ഈ ത്രേസ്യാപുരത്ത് ഈ ഗസമന്തോട്ടത്തിൽ ഈ നിത്യസഹായ മാതാ ദേവാലയത്തിൽ വരുന്ന സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? അമ്മേരെ ഇതുവഴി തന്നെ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കേൾക്കാൻ ആരുമില്ല, പിതാവിന് കേൾക്കാൻ ആരുമില്ല, വൈദ്യർക്ക് കേൾക്കാൻ ആരുമില്ല എന്നാണ് അവർ നാട്ടുകാർ. അത്രയ്ക്ക് ഇതാണ് എന്ന് വെച്ചാൽ. അപ്പോൾ അവർക്ക് വിലയുണ്ടാവണം, അവർക്ക് വില വേണം. 1ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അമ്മയിൽ കൂടി വന്നാലേ അമ്മയ്ക്ക് ന്യായം പറയാൻ പറ്റൂ. അല്ലെ അമ്മയെ ചവിട്ടി ഉപ്പിൻ്റെ ഇതിലെടുത്ത് തെങ്ങിൻ്റെ മൂട്ടിലിടും. അതുകൊണ്ട് എല്ലാ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ കരുണയുടെ സഹായം, എല്ലാ സഹായവും. പള്ളി ഇപ്പം നടക്കുകയാണ്, എൻ്റെ മക്കൾക്കെല്ലാം വലിയ പള്ളിയാക്കുകയാണ്. അപ്പോൾ അച്ഛന് ഒത്തിരി പീഡനങ്ങൾ, ആ സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? അമ്മരെ കൂടെ വന്നാലേ അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ ഇതിങ്ങനെ കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെ കരുണയുടെ സഹായം എന്ത് ചെയ്യണം? അമ്മേരെ കൈ കൂടി വരണം. ഇനി എല്ലാ കമ്മിറ്റിക്കും മീറ്റിങ്ങിനും, വൈദികനിരിക്കുന്ന കമ്മിറ്റിക്ക് മീറ്റിങ്ങിനും ഞാൻ എന്ത് ചെയ്യും? യേശു ഇരിക്കുന്ന കമ്മിറ്റിക്ക് മീറ്റിംഗ് അമ്മ പോവും. പെയ്യേ പറ്റൂ. അവിടെ എന്ത് നടക്കണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞേ പറ്റൂ. എൻ്റെ ചെല്ല മക്കളെല്ലാം സുഖമായിരിക്കണേ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് വരെ അമ്മയിട്ട് ഓട്ടിച്ച് കൊല്ലുകയാണ്. എന്നാലും അമ്മ പറയാണ്, ജീവനെ കളഞ്ഞിട്ടായാലും അമ്മ ഈ വചനം പ്രഘോഷിക്കുന്നത് അമ്മ വിടൂല. ഇനി വിടൂല. ദൈവമാണ് വചനം മക്കളെ. ആ സ്നേഹത്തും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ലോകത്തിന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ സത്യസന്ധമായിട്ട് അമ്മ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, നിങ്ങൾ ഹാപ്പി ആയിരിക്കണേ. ഈ വചനമായ സ്നേഹം എൻ്റെ മോൻ ഒരിക്കൽ യൂട്യൂബ് തുടങ്ങിയോണ്ട് അടിക്കാനൊക്കെ ഇവനെ കൊല്ലാനൊക്കെ ഓട്ടിച്ചു ഒരു വളയം ഇട്ട്. അപ്പോൾ അവൻ മതബോധനം പഠിച്ച് ദൈവത്തിൻ്റെ വചന വിത്ത് അവൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് അവൻ എൻ്റെ ദേഹത്തിൽ തൊട്ടേയില്ല മക്കളെ. അതുപോലെയാണ് ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പിള്ളേർക്ക് അമ്മയെ എന്തൊരു ചെയ്യണം? 15 വയസ്സൊക്കെ ആകുമ്പം പിള്ളേർക്ക് എന്തൊരു ചെയ്യണം? ഒരു 10ാം ക്ലാസ് പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു പിടിച്ചാൽ നിൽക്കാത്ത ഒരു പരുവമാണ് മക്കളെ. അമ്മയെ അടിക്കട്ടോ അപ്പനെ അടിക്കട്ടോ എന്നുള്ളവർക്ക് ഇതുണ്ട്. അവർക്ക് അമ്മയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിത്തായ ഈ വചനം ഇവൻ 11ാം ക്ലാസ് വരെ പഠിച്ചത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ അത് ഉണ്ടായിരുന്നു. ഇതെല്ലാം ആളുകൾ പറഞ്ഞ് അവനെ ചിരിച്ചപ്പോഴും അവൻ അമ്മ എന്നുള്ളൊരു സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് എൻ്റെ മോൻ 11ാം ക്ലാസ് വരെ വചനം പഠിച്ചതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് മക്കളെ. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കണോണ്ടാണ് എൻ്റെ മോൻ ആ പള്ളി പരിസരത്ത് അവൻ പള്ളി വരും. അവൻ പറഞ്ഞു എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ അമ്മ പള്ളിയിൽ പോകാതെ ആക്കല്ലേ, എനിക്ക് പള്ളി വേണമെന്ന് അവൻ കരഞ്ഞു പറഞ്ഞതാണ് എൻ്റെ മോൻ. മൊത്തം അത്രയ്ക്ക് ആളുകളിട്ട് പീഡിപ്പിക്കുകയാണ് അവനെ. അതാണ് അവൻ പള്ളിയിൽ പോലും വരാത്ത. അവൻ പള്ളിയിൽ തന്നെ വരും. എൻ്റെ മോൻ എൻ്റെ കാലശേഷം എൻ്റെ ഈ സുവിശേഷത്തിൻ്റെ അവൻ ഏതവസ്ഥയിലിരുന്നാലും ഏത് വലിയ ലെവലിലിരുന്നാലും അവൻ ഇതിനെ പിന്തുടർ തന്നെ. എൻ്റെ മോനായിരിക്കും അടുത്ത് ഈ അമ്മ സ്ഥാനത്തിൻ്റെ അടുത്തുള്ള അവകാശം എൻ്റെ മക്കളായിരിക്കും. എൻ്റെ ചെല്ല മക്കളെ നാടറിയണം, എല്ലാ മക്കളും അറിയണം എൻ്റെ ചെല്ല മക്കളല്ല. അതുകൊണ്ട് കുടുംബമായ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. ഈ വചനമായ വിത്ത് അവരെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അത് ഒരിക്കലും അമ്മമാരെയും വയസ്സിന് മൂത്തവരെയെന്ന് അവർ കൈവയ്ക്കുകയില്ല, അവർ തൊടയില്ല. അവർ അമ്മ എന്നുള്ള ബഹുമാനം എപ്പോഴും അവർ നമുക്ക് തര തന്നെ ചെയ്യും. എൻ്റെ ചെല്ല മക്കളെല്ലാം എന്തുകൊണ്ട് കരുണയുടെ സഹായം ചെയ്യണം. അമ്മയുടെ യൂട്യൂബ് വഴി അമ്മയ്ക്ക് ചെയ്യണം. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. എന്നെ ഒരാൾ ചെല്ലോ എന്ന് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് വന്ന സന്തോഷം നിങ്ങൾക്കറിയണോ? അത് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. അതാണ് എൻ്റെ മക്കളെ നാട് മൊത്തം അമ്മ എന്തിനാണ് ചെല്ലോ എന്ന് വിളിക്കുന്നത്. ശരി, ബാക്കി ഞാൻ പിന്നീട് പറയും. എൻ്റെ ചെല്ല മക്കളെ ഞാൻ നിർത്തട്ടെ.